ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് രണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കാനാണ്. അപ്പം പ്രത്യേകിച്ച് കാരണമൊന്നുമല്ല. എൻ്റെ ഉമ്മാൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് നവംബർ 7 വരുന്നത്. അപ്പം എനിക്കും ഒരു എക്സ്പീരിയൻസ് ആവും, പിന്നെ നിങ്ങൾക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് രണ്ട് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ എക്സാമ്പിളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് രണ്ടാണ് എക്സാമ്പിള്. അപ്പം നമുക്ക് ആദ്യം ഈ ചെറിയ ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിനാണ് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കളർ പേപ്പറാണ് ഞാൻ എടുത്തത്. വയലറ്റ് കളർ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് മടക്കണം. ഇത് നമ്മൾ ഇപ്പുറത്തെ വശത്തു നിന്നും മറ്റേ അടുത്ത വശത്തു നിന്നുമായിട്ട് ഇതുപോലെയാണ് മടക്കേണ്ടത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 4 മടക്കുകളാണ് കാണുക. അപ്പോൾ നമ്മൾ ഇനി ഫുള്ളായിട്ട് ഇപ്പുറത്തേക്ക് സൈഡായിട്ട് മടക്കിയിട്ട് 2 ഭാഗമായിട്ട് ഈ മടക്ക് വന്ന ഭാഗമായിട്ട് മടക്കുള്ള ഭാഗമാണ്. മടക്കുള്ള ഭാഗം ഇങ്ങനെ പകുതി വരെ കട്ട് ചെയ്യാം. മടക്കുള്ള ഭാഗമാണ് കേട്ടോ, തുറക്കുന്ന ഭാഗം നിങ്ങൾ കട്ട് ചെയ്യരുത്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് പേപ്പറാണ്. അപ്പം A4 ഷീറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് ബുക്കിൻ്റെ പേപ്പറൊക്കെ മതി. അപ്പോൾ ചെറിയ കഷ്ണേ വേണ്ടു. ഈ നമ്മുടെ ഉള്ളിലുള്ള 2 മടക്കില്ലേ, ആ വലുപ്പത്തിൽ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വീണ്ടും ഒരു മടക്കും കൂടി ആയിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ മടക്കിയിട്ട് മുറിച്ചെടുക്കണം. ഈ ഒരു ലെവൽ കറക്റ്റ് ആക്കേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ലെവലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഈ വൈറ്റ് പേപ്പർ 2 പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 2 വൈറ്റ് പേപ്പർ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ മുറിച്ച ഭാഗയിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പോക്കറ്റ് ഏരിയ പോലെ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് ഇങ്ങോട്ടും പിന്നെ മറ്റേത് താഴെ വരുന്ന രീതിയിലായിട്ട് ഇതുപോലെ ഇത് കുറച്ച് കൺഫ്യൂഷനാണ് ഇതിങ്ങനെ ആക്കിയെടുക്കാൻ. പക്ഷേ സിമ്പിളാണ് കേട്ടോ. എന്നിട്ട് ഇത് ഉള്ളിലേക്കും ആക്കിയിട്ട് നമ്മൾ ഒന്ന് വെച്ചിട്ട് ഗം കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. നമ്മൾ ഒട്ടിച്ചതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെയാണ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി കൊടുക്കാം. ഞാൻ സ്കെച്ച് പെന്ന് വെച്ചിട്ടാണ് പോയിന്റ്സ് ഒക്കെ എഴുതി കൊടുക്കുന്നത്. ബ്ലാക്ക് സ്കെച്ചാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആണ് ഞാൻ എഴുതിയത്. ഞാനിതൊരു എക്സാമ്പിൾ ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഹാപ്പി ആനിവേഴ്സറി ആയിരുന്നു, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആനിവേഴ്സറിയാണ്. അപ്പം അത് എനിക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കണക്കിലെടുക്കാൻ ചെയ്യുന്നത്. ഇപ്പുറത്ത് മൈ പാരൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റേ വശത്ത് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും പേരാണ് എഴുതിയത്. വയലറ്റ് ബോക്സിൽ സെജിന ഷാജിദ് എന്നാണ് എഴുതുന്നത്. ഇനി വേണ്ടത് ഫോം ഷീറ്റാണ്. അപ്പോൾ ഫോം ഷീറ്റ് ഞാൻ ലവ് ഷേപ്പിൽ മുറിച്ചിട്ട് ഒരു സ്റ്റാമ്പ് പോലെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് അറിയില്ല, നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്നിടത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഫ്രണ്ട് ഏരിയയിലും കുറച്ച് ഹാപ്പി ആനിവേഴ്സറി മൈ പാരൻസ് എന്നൊക്കെ എഴുതിയിട്ട് കുറച്ചുകൂടെ ഭംഗിയാക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് ഞാൻ എടുത്തത് ബ്ലൂ ഷീറ്റാണ്. ആദ്യം കുറച്ചൊന്ന് കളറൊന്ന് ഇതുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് ബ്ലൂ ആണ്. നിങ്ങൾക്ക് ഏത് കളറും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ബ്ലൂ എടുത്തിട്ടുള്ളത്. ഈ കളറല്ല, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. ക്യാമറയെ കുറച്ചൊന്ന് തെളിയായിട്ടതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ മുന്നിൽ ലവ് ഷേപ്പായിട്ട് വരക്കുന്നുണ്ട്. ലവിൻ്റെ പകുതി വരച്ചിട്ട് അത് മടക്കി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ട് കിട്ടുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ലവ് വരച്ച് മുറിക്കട്ടെ. അപ്പോൾ നമ്മളിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നീട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് പേപ്പറാണ്. അപ്പം ഞാൻ വൈറ്റ് പേപ്പർ ഈ ലവിൻ്റെ ഉള്ളിൽ ആയിട്ട് കളർ വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വണ്ണത്തിനനുസരിച്ച് വൈറ്റ് പേപ്പർ വേണം. ഞാൻ A4 ഷീറ്റൊന്നല്ല ഉപയോഗിച്ചത്. നമുക്ക് ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ വൈറ്റ് കളറിലെ പേപ്പർ മതി. അപ്പം ഇതാ ഞാൻ ഇതിൻ്റെ കറക്റ്റ് ലെവലിലാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ഒട്ടിച്ചാൽ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ലവിൻ്റെ എഡ്ജിലേക്ക്. പിന്നെ ഈ കളർ പേപ്പറിൽ നന്നായിട്ട് എന്താ പറയുക കളർ ഫേഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നല്ല പേപ്പർ നിങ്ങൾ എടുക്കുക ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം ലവ് ഷേപ്പിലാക്കിയിട്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ ബാക്കിൽ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഉള്ളിൽ നമുക്ക് ഇനി കുറച്ച് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ പണ്ടേ അങ്ങനെ വരച്ച കുറച്ച് ഡിസൈൻസും ലവിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനായിട്ട് ഉപയോഗിക്കാമെന്ന്. പിന്നെ എക്സാമ്പിളാണ്, എന്നാലും നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. അപ്പം ഇത് വരക്കാൻ അത്ര ടഫൊന്നുമില്ല കേട്ടോ, ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് വരക്കാനേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സൈഡിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഫ്രണ്ട് ഏരിയയിൽ ഈ ഒരു ഡിസൈൻ നല്ല രസമായിട്ട് തോന്നി. ഇനി ഈ ഒരു വലിയൊരു ഡിസൈൻ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉള്ളിലാണ് ഒട്ടിക്കുന്നത്. ഉള്ളിൽ വല്ലാണ്ട് വൃത്തികേടായിട്ടുണ്ട്. അത് പേപ്പറിൻ്റെ പ്രശ്നമാണ്. കളറ് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തീരെ കട്ടിയില്ല. നിങ്ങൾ എടുക്കുന്നേരം നല്ല എന്താ പറയുക നല്ല കട്ടിയുള്ള പേപ്പർ, നല്ല കളറൊന്നും ഫേഡ് ആവാത്ത പേപ്പർ എടുക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ തന്നെ ഇതും ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഇത് ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും വലിയ രീതിയിലൊന്നും കാണിക്കാറില്ല. എക്സാമ്പിൾ ആണല്ലോ. അപ്പം ഇനി നമുക്ക് ഈ ലവ് ഷേപ്പിലേക്ക് ഓരോന്നായിട്ട് വേഗം തന്നെ ഓരോന്നായിട്ട് ഒരു 5-6 മാത്രമേ മുറിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ മുറിച്ചെടുത്ത് ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു വെറുതെ കിടക്കുന്ന ഒരു ഭംഗിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ ബാക്കിയുള്ള പീസസിലെ അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പകുതി ഈ റെഡ് കളറിലെ ലവും പിന്നെ പകുതി ഈ കളർഫുൾ എല്ലാ കളറുള്ള ലവില്ലേ അത് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ലവൊക്കെ വരച്ചിട്ട് ഡിസൈനൊക്കെ വരക്കുന്നത് നല്ലതാണ്. കാരണം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഇതങ്ങ് വെച്ചെടുത്ത് മുറിച്ചാൽ മതി. അല്ലാതെ നമ്മൾ എന്താ പറയുക നമ്മൾ ഇത് കഷ്ടപ്പെട്ട് ആ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ, ഇതുണ്ടാക്കുന്ന സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ഒട്ടിച്ചെടുത്തിട്ട്
അപ്പോൾ എനിക്ക് ഈ ഫ്രണ്ട് ഏരിയൻ്റെ ഒരു എഡ്ജിൽ ബോറായിട്ട് തോന്നി, അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ലവിൻ്റെ കളർഫുൾ ലവിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഈ മേലെയും താഴെയുള്ളൊരു ബോർഡറിൽ ഒരു വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ഞാൻ ഉള്ളിൽ കുറച്ച് ഹാപ്പി ആനിവേഴ്സറി എന്ന് വെറുതെ ഒന്ന് എഴുതുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അറിവിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.